തറവാട്. അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്നത് നാം മനുഷ്യ സമൂഹത്തിന്റെ കടമയാണ്. സ്വന്തമെന്ന് പറയാൻ ആരോരുമില്ലാത്ത എത്ര മനുഷ്യരാണുള്ളത്. കുഞ്ഞിലെ അനാഥത്വത്തിന്റെ വേദന പേറുന്നവർ, വാർദ്ധക്യം മൂലം ഒറ്റപ്പെട്ടു പോയവരും, അങ്ങനെ ഏകാന്തതയുടെ പടുകുടിയിലേക്ക് വീണുപോയവരും. വേദനിക്കുന്ന മനസ്സുകൾക്ക് വിശാല സ്നേഹത്തിന്റെ ഒരു തൂവൽ സ്പർശം പോലെ 2009 തറവാട് രൂപം കൊള്ളുന്നത്. അങ്ങനെ അഗതി മന്ദിരത്തോടെ കണ്ണൂർ ജില്ലയിലെ ദൃശ്യസുന്ദരമായ മുഴപ്പിലങ്ങാട് ഗ്രാമത്തിൽ തറവാട് സ്ഥാപിതമായി. അശരണർക്കും അഗതികൾക്കും ആരോരുമില്ലാത്തവർക്കും സ്നേഹത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ, സാന്ത്വന കരവലയത്തിന്റെ തറവാടായി അത് മാറി. ആ സാന്ത്വനത്തിന് കീഴിൽ വേദനകൾ മറന്ന് പുഞ്ചിരിച്ച കുറെ ഉമ്മമാർ, സഹോദരിമാർ. നിലവിൽ മുഴപ്പിലങ്ങാട് പ്രവർത്തിക്കുന്ന തറവാട് ഹാപ്പി ഹോം സ്ത്രീകളായ അനാഥകൾക്കും അഗതികൾക്കും വിധവകൾക്കും കിടപ്പിലായവർക്കും സംരക്ഷണം ഒരുക്കി വരുന്നു. കേവലമായ അഭയ വലയത്തിനപ്പുറം കൂട്ടുകുടുംബത്തിന്റെ ഊഷ്മളത നൽകുന്നു. CDC ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുടെ വേദനകളെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വാംശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മുഖ്യധാരയിൽ നിന്നകന്ന് ഏകാന്തതയുടെ തടവറയിലേക്ക് വഴുതി വീണു പോകുന്ന ആ കുട്ടികളെ ചേർത്ത് നിർത്തി അവർക്കായി തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററും പ്രവർത്തിച്ചു വരുന്നു. 2019 പ്രവർത്തനം ആരംഭിച്ച മുഴപ്പിലങ്ങാട് തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നാളിതുവരെ 300-ലധികം കുട്ടികൾക്ക് സേവനം നൽകാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 65-ലധികം കുട്ടികൾക്ക് ഇപ്പോൾ തെറാപ്പി നൽകുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. തീർത്തും സൗജന്യമായി തെറാപ്പി നൽകുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഏവരും സേവനം അനുഷ്ഠിക്കുന്നത്. എൻ്റെ പേര് അമൃത, എൻ്റെ മകൻ്റെ പേര് അഡോൺ. ഞങ്ങളിവിടെ 5 വർഷമായിട്ട് മോന് തെറാപ്പി നടന്നു വരികയാണ്. ആദ്യം കുട്ടി നടക്കില്ലായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ അവന് 2 വയസ്സിലാണ് ഇവിടെ കൊണ്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഫിസിയോതെറാപ്പി, സ്പീച്ചൊക്കെയാണ് കൊടുത്തു വരുന്നത്. അപ്പോൾ അവൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡിലേ ആണ്. കുട്ടി മെൻ്റലി ഫിസിക്കലി ഡിലേ ആണ്. അതുപോലെ ADHD ആയിരുന്നു. അങ്ങനെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. 1 വർഷത്തിനുള്ളിൽ മൂപ്പര് നടക്കാൻ തുടങ്ങി. വരുന്നതിനേക്കാളും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം ആളുടെ ADHD ഒക്കെ കൺട്രോളായി. ആൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. TTDC വൃക്കരോഗം ബാധിച്ച മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ പെരുകി വരുന്നുണ്ട്. 133 വെയിറ്റിംഗ് ലിസ്റ്റ്. ഡയാലിസിസ് എന്ന നിത്യച്ചെലവിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ആ മനുഷ്യരെ ചേർത്ത് നിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അവർക്കായി തറവാട് തണൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തിച്ചു വരുന്നു. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് തറവാട് തണൽ ഡയാലിസിസ് സെന്റർ. 2019 നവംബർ 13 ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. 11 ഡയാലിസിസ് മെഷീനുകൾ, 3 ഷിഫ്റ്റ്, 58 വൃക്കരോഗികൾ. പ്രതിമാസം 700 മുതൽ 800 വരെ ഡയാലിസിസ് തികച്ചും സൗജന്യമായി ചെയ്തു വരുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അനേകം നിരാലംബരുടെ കണ്ണുനീർ തുടക്കാനുണ്ട്. സമൂഹത്തിലെ അർഹരായ വിഭാഗത്തിന് സമഗ്രമായ ചികിത്സകൾ ലഭ്യമാക്കാൻ നമ്മുടെ പ്രധാന പദ്ധതിയുമായി തറവാട് ഫിസിയോ ന്യൂറോ റിഹാബ് സെന്റർ തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്നു. ബോഡി വെയ്റ്റ് സപ്പോർട്ട് ട്രെഡ്മിൽ ട്രെയിനിങ് അഥവാ BWSTT ഒരു അഡ്വാൻസ്ഡ് ന്യൂറോ റിഹാബ് ടെക്നിക്കാണ്. ഇതിൽ ഒരു ഹാർനസ് യൂസ് ചെയ്ത് പേഷ്യൻ്റെ ഫുൾ ബോഡി വെയ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു. അതുവഴി പേഷ്യൻറ്റിന് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഷോക്ക് തെറാപ്പി ഒരു മോഡേൺ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റാണ്. ഹൈ എനർജി സൗണ്ട് വേവ്സ് പെയിനുള്ള ഭാഗത്തേക്ക് കൊടുക്കുന്നതിലൂടെ ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. ടിഷ്യൂ റിപ്പയർ വേഗത്തിൽ നടക്കും. ഗ്രാജുവലി പെയിൻ കുറയും. വെർച്വൽ റിയാലിറ്റി അഥവാ VR ഒരു ഇന്നോവേറ്റീവ് ആയ ന്യൂറോ റിഹാബിലിറ്റേഷൻ ടെക്നിക്കാണ്. സിമ്പിളായി നമുക്കിതിനെ റിഹാബിലിറ്റേഷൻ ത്രൂ ഗെയിമിംഗ് എന്ന് പറയാം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റിയൽ ടൈം വിഷ്വൽ ഫീഡ്ബാക്ക് തരുന്നതാണ്. തലശ്ശേരി ഫിസിയോ ന്യൂറോ റിഹാബ് സെന്റർ ഇവിടെ സ്ഥാപിതമായിട്ട് 2 വർഷമായി. നമുക്ക് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളോട് പറയുന്നത് വെച്ചാൽ കൂടുതൽ ഫാസിലിറ്റിയിലേക്ക് പോകാനാണ്. ധാരാളം പേഷ്യൻ്റ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവിടെ IP സൗകര്യം കൂടി ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 ഏക്കറും 40 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. വളരെ ബൃഹത്തായ ഒരു കെട്ടിടം നമ്മൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 17 വർഷമായി മുഴപ്പിലങ്ങാട് സ്ഥാപിതമായ തറവാടിന്റെ സഹോദര സ്ഥാപനം അതാണ് ഇരിട്ടിയിലെ കാപ്പംകടവ് പുഴക്കരയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. കേവലമായ അഭയസ്ഥാനത്തിനപ്പുറം സന്തോഷാന്തരീക്ഷം നിറഞ്ഞ ഒരു സ്ഥാപനം.
സ്നേഹത്തിലൂടെയും അനുകമ്പയിലൂടെയും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വൃത്തിയുള്ള ആശുപത്രിക്ക് സമാനമായ ഈ സ്ഥാപനം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തീർത്തും ഒരു തറവാട് തന്നെ, ഒരു കൂട്ടുകുടുംബത്തിന്റെ ഊഷ്മളത. ആരോരുമില്ലാത്ത സഹോദരങ്ങൾ. ഇവിടെ അവർ അനാഥരല്ല തന്നെ. ആരോരും സംരക്ഷിക്കാനില്ലാത്ത സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന തറവാട് സന്തോഷ ഭവനം, വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്കാവശ്യമായ തെറാപ്പികൾ നൽകുന്ന തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, നിർധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസിന്റെ ഭീമമായ തുക താങ്ങാനാവാതെ അവർക്ക് വേണ്ടുന്ന സൗജന്യ ഡയാലിസിസ് നൽകുന്ന തറവാട് തണൽ ഡയാലിസിസ് സെന്റർ എന്നീ 3 സംരംഭങ്ങളാണ് മുഴപ്പിലങ്ങാട് തറവാട്ടിൽ പ്രവർത്തിച്ചു വരുന്നത്. ഈ 3 ഡിപ്പാർട്ട്മെന്റ് മുഖേന അർഹരായ ആളുകളിലേക്ക് അവർക്ക് ആവശ്യമായ സേവനങ്ങളെല്ലാം നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം തോന്നുന്ന കാര്യമാണ്. നാം ഇരിട്ടിയിൽ വിഭാവന ചെയ്ത ഡയാലിസിസ് സെന്ററിന് 14 മെഷീനുകൾ അനിവാര്യമാണ്. മെഷീനുകൾ കിട്ടുന്ന മുറക്ക് പദ്ധതി ഉടൻ പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ടീം തറവാട്. 17 വർഷം മുമ്പ് അഗതി മന്ദിരത്തിന്റെ പ്രവർത്തനത്തോടെ തുടക്കം കുറിച്ച തറവാട് എല്ലാ മനുഷ്യരിലേക്കും തണലായി പടർന്നപ്പോൾ ആ ദൗത്യത്തെ ചേർത്ത് നിർത്തിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ തന്ന കുഞ്ഞു സംഭാവനകളിൽ നിന്ന് നമ്മൾ പടുത്തുയർത്തിയത് നിരാലംബർക്ക് ആശ്വാസത്തിന്റെ തറവാടാണ്. ഈ തറവാടിന്റെ തുടർച്ചക്കായി, ഉയർച്ചക്കായി, സാന്ത്വന പെയ്ത്തിനായി നമുക്ക് ഇനിയും കൈകോർത്ത് പിടിക്കാം. കഴിഞ്ഞ 17 വർഷങ്ങളായി തറവാടിൻ്റെ ചൈത്രയാത്രയിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ സുമനസ്സുകൾക്കും സഹപ്രവർത്തകർക്കും ജീവനക്കാർക്കും നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. നാട്ടിലെ കമ്മിറ്റികൾക്കൊപ്പം ജിദ്ദ, UAE, റിയാദ്, ദമാമ്, മസ്കത്ത്, ഖത്തർ എന്നീ തറവാട് പ്രവാസി കൂട്ടായ്മകൾ നിരന്തരം നമുക്ക് നൽകിയ കരുത്ത് വിലമതിക്കാനാവാത്തതാണ്. തറവാട് അതൊക്കെയും നന്ദിയോടെ സ്മരിക്കുന്നു. തറവാടിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും തറവാടിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഏവരെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു.